നമസ്കാരം. ഇന്നലെ കൊല്ലത്ത് നടക്കുന്ന ഒരു കൊലപാതകം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഫെവിൻ എന്ന് പറഞ്ഞൊരു പയ്യന് ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. തൻ്റെ സഹോദരിയെ പ്രേമിച്ച തേജസ് എന്ന് പറഞ്ഞുള്ള ഒരു യുവാവാണ് ഈ ഫെബിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫെബിൻ്റെ സഹോദരിയും തേജസ്സും തമ്മിൽ കുറേ കാലമായിട്ട് വളരെയധികം സ്നേഹത്തിലായിരുന്നു. ഇവരെ ഒന്നിച്ച് പഠിച്ചതാണ്. ബിടെക് വിദ്യാർത്ഥികളാണ്. ബിടെക് കഴിഞ്ഞതിന് ശേഷം ഇവർ ബാങ്കിൻ്റെ എന്തോ കോച്ചിങ് ആയിട്ട് ഇവർ അതിനുള്ള ഒരു കോഴ്സ് പഠിക്കുകയുണ്ടായി. എന്നിട്ട് ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടി. കോഴിക്കോട് ബാങ്കിൽ ജോലി കിട്ടി. തേജസ്സിന് കിട്ടിയില്ല. തേജസ് പിന്നീട് പോലീസ് ടെസ്റ്റിൽ പോവുകയും ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റിൽ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമായിരുന്നു ഈ തേജസിൻ്റെ അച്ഛന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം ഇവൻ്റെ വിഷമമൊക്കെ കണ്ട് അദ്ദേഹം കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്ന സമയത്ത് രണ്ട് വീട്ടുകാരും കൂടെ ആലോചിച്ച് കല്യാണമൊക്കെ ഉറപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, അച്ഛനും അമ്മയ്ക്കും ഒന്നും. എന്നാൽ സഹോദരന് ഫെബിന് താല്പര്യക്കുറവൊന്നും ഇല്ലായിരുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പെൺകുട്ടിക്ക് ജോലിയൊക്കെ കഴിഞ്ഞപ്പം ഇവക്ക് എന്തോ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഈ തേജസ്സിനെ വേണ്ടെന്ന് വെച്ചു. അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് വേറെ എന്തോ ഒരു ബന്ധം ഉണ്ടായി. ഇവന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ കണ്ടപ്പോൾ ഇത് വേണ്ട, ഇതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള ബന്ധം തനിക്ക് കിട്ടിയെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഈ പയ്യനെ അങ്ങ് നൈസായിട്ട് തേച്ചു. അത് പെൺകുട്ടികളെ സംബന്ധിച്ച്, പെൺകുട്ടിയാണേലും ആൺകുട്ടികളാണേലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു വാർത്തയാണത്. ആദ്യമേ നമ്മൾ ഭയങ്കര സ്നേഹമായിരിക്കും. അത് കഴിയുമ്പം അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പൈസയുള്ള ഒരാണിനെ കാണുമ്പോഴത്തേക്കിന് ജോലിയൊക്കെ ഉണ്ടെന്ന് കാണുമ്പോഴത്തേക്കിന് ഈ ആളെ അങ്ങ് തേക്കും. പക്ഷെ ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ചിലർക്കത് വൈരാഗ്യത്തിലേക്ക് ആകും. ഇപ്പം ഇത്രയും നാൾ സ്നേഹിച്ചിരുന്ന ഇവളാണല്ലോ ഈ എന്നെ തേച്ചിട്ട് വേറൊരുത്തൻ്റെ കൂട്ടത്തിൽ പോവുക എന്ന് തോന്നുമ്പോഴത്തേക്കിന് അവളോട് ഒരു വൈരാഗ്യം അങ്ങനെ ഒരു ഇതിൽ നിന്നുണ്ടായതാണ് ഈ തേജസ്സിന് ഈ പെൺകുട്ടിയോടുള്ള വൈരാഗ്യം. അപ്പോൾ ഇവളെ എന്നാ തീർത്തേക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, ശരിക്കും പ്ലാനിങ്ങോടുകൂടി ഈ തേജസ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയും ഈ പെൺകുട്ടി പക്ഷെ ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ അച്ഛനും ഈ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും ഫെബിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ എന്തോ പേരയ്ക്ക എന്തോണ്ട് കഴിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ തേജസ് ഒരു പർദ്ദയൊക്കെ ഇട്ട് വന്ന് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ആദ്യമേ പുറത്തേക്ക് ഇറങ്ങി വന്നത് അച്ഛനാണ്. അപ്പോൾ അച്ഛന് ഇവൻ്റെ കയ്യിൽ പെട്രോൾ ഉണ്ടായിരുന്നു. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പം അവർ അതിനെ തടസ്സപ്പെടുത്തിയപ്പോഴത്തേക്കിന് അച്ഛനുമായിട്ട് അടിയും ബഹളവും ഉണ്ടായപ്പോഴത്തേക്കിന് ഫെബിന് ഇറങ്ങി വന്നു. ഫെബിന് അച്ഛനെ അടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കിന് ഈ തടസ്സം പിടിച്ചു. അപ്പോഴത്തേക്കിന് തേജസ് ഇവർ പേരയ്ക്ക മുറിച്ചിരുന്ന ആ കത്തി കാണുകയും ആ കത്തി എടുത്ത് ഫെബിനിട്ട് ആഞ്ഞാഞ്ഞ് കുത്തുകയും ചെയ്തു. ആ കുത്തിയ വേദന കൊണ്ട് ഫെബിന് വേദന സഹിച്ച് ഓടുകയാണ് ചെയ്തത് മതിലിലേക്ക്. അങ്ങനെ CCTV ക്യാമറ ദൃശ്യത്തിലൊക്കെ പതിയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കിന് അയൽക്കാർ കണ്ടു. അയൽക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പം കൊണ്ടുപോകുന്ന വഴിക്ക് ഈ ഫെബിന് മരണം സംഭവിച്ചു. ഫെബിൻ്റെ മരണം ഉറപ്പാകുന്ന തേജസ്സിന് അറിയായിരുന്നു. അതുകൊണ്ട് തേജസ് എന്ത് ചെയ്തു? തേജസ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരുടെ മരണം സംഭവിച്ചു. ഈ ഫെബിൻ്റെ കൊലപാതകത്തിൽ തേജസ്സിനെ ശിക്ഷിക്കാനുള്ള ഒരു ഇതില്ലാതെ വന്നു. കാരണം തേജസ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മളൊരു പ്രേമത്തിൽ ഏർപ്പെടുമ്പോൾ അത് ശരിക്കും ചിന്തിക്കുക, മുമ്പോട്ട് പോകണോ എന്നുള്ള, ഒന്നിച്ച് ജീവിക്കുക എന്നുണ്ടെങ്കിൽ മാത്രമേ അതിനോട് പൊരുത്തപ്പെട്ടു പോകുള്ളൂ. അല്ലാതെ ഒരാളെ തേച്ചിട്ട് പോകാനാണെങ്കിൽ ചിലപ്പം ആ എതിര് നിൽക്കുന്ന ആൾക്ക് എങ്ങനെയായിരിക്കും അവരുടെ മാനസികമായിട്ടുള്ള ഒരു ഇതെന്ന് അറിയത്തില്ല. ഒന്നെങ്കിൽ അവർ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാനസിക വിഭ്രാന്തി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് ആകപ്പെടും. അതല്ലെങ്കിൽ ചിലപ്പം വൈരാഗ്യം കാരണം കൊലപാതകത്തിൽ എന്നെ തേച്ചവൾക്ക് അല്ലെങ്കിൽ തേച്ചവന്. പെൺകുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്രിമിനൽ ഇതിലേക്ക് പോകുന്നതായിട്ടുള്ള ന്യൂസുകൾ വളരെ കുറവാണ്. പക്ഷെ ആൺകുട്ടികൾ പിന്നെ ആ വൈരാഗ്യം ആയിട്ട് ആ കുടുംബം തീർത്തും നശിപ്പിച്ച് കളയാൻ, തന്നെ തേച്ച ആളെ തീർത്തും നശിപ്പിച്ചേക്കാം എന്നുള്ള ഇതിലേക്ക് പോവുകയും അങ്ങനെ കൊലപാതകം നടത്തുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തേക്കാൻ പോകുന്നവർക്ക് കിട്ടുന്ന ഒരു ന്യൂസാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ, ഈ അപകട വാർത്തകൾ. അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും. എല്ലാവരുടെയും ഒരേ സ്വഭാവമായിരിക്കണമെന്നില്ല. ചിലർ കുറച്ച് നാൾ അത് പൊരുത്തപ്പെട്ട് അങ്ങ് പോകും. പക്ഷേ പെൺകുട്ടികൾ പൊതുവേ കാണിക്കുന്നതാണ് വേറൊരു
തന്നെക്കാളും താൻ സ്നേഹിക്കുന്ന ആളെക്കാളും കുറച്ചും കൂടെ ജോലിയും സാമ്പത്തികം ഒക്കെ ഉള്ള ആളെ കാണുമ്പോഴത്തേക്കിന് പോവുക, അങ്ങനെ തേച്ചിട്ട് പോകുന്ന ഒരു പൊതുവെ ആൺകുട്ടികളും മോശമല്ലെന്നല്ല പറയുന്നത്, എന്നാലും അങ്ങനെ ഒരു രീതിയിലേക്ക് കൂടുതലും പെൺകുട്ടികൾ കാണിക്കുന്ന ഒരു പ്രവണതകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പെൺകുട്ടിയും കാണിച്ചത്. അതിൻ്റെ ഒരു അനന്തരഫലം അനുഭവിച്ചത് സ്വന്തം സഹോദരൻ്റെ ജീവനാണ് പോയേക്കുന്നത്. കൂട്ടത്തിൽ ഇവനും മരണം സംഭവിച്ചു. അവനെ ശിക്ഷിക്കാനുള്ള ഒന്നും പറ്റാതെയായി. അവൻ സ്വയം വിധിക്ക് കീഴടങ്ങി. പക്ഷേ ഈ ഫെവിൻ എന്ന് പറഞ്ഞ പയ്യന് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ സഹോദരിയെ ഇനിയും ശല്യം ചെയ്യാൻ വരരുതെന്നൊക്കെ ഈ തേജസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വൈരാഗ്യം ഉള്ളതുകൊണ്ട് ആണ് അടിയൊക്കെ കൊടുത്തത്. പക്ഷെ അത് കത്തിക്കുത്ത് കൊലപാതകത്തിലേക്ക് വന്നു, മരണം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പം താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് തേജസ് ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയും ചെയ്തു. ഇപ്പം ഈ പെൺകുട്ടി വീട്ടിലുണ്ടെന്നുള്ള ധാരണയിലാണ് ഇപ്പം വന്നത്. മുഴുവൻ പ്ലാനിങ്ങോടും കൂടിയാണ് വന്നത്. കയ്യിലെ പെട്രോളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ആ സമയത്ത് ആ പെൺകുട്ടി അവിടെ ഇല്ലായിരുന്നു ആ വീട്ടിൽ. അങ്ങനെ ഉള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമാണ് സംഭവിക്കുന്നത്. ഇതിപ്പം ആ പയ്യന് വേണമെങ്കിൽ പോയ ആൾ പോട്ടെ, എനിക്ക് കുറച്ചും കൂടെ പഠിക്കണം, പഠിച്ച് ജോലി മേടിച്ച് ഇവളുടെ മുന്നേ കൂടെ നല്ല ഇത് ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു വാശിയോടുകൂടി തൻ്റെ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായിട്ടൊക്കെ ജീവിക്കണം എന്നുള്ളൊരു ബോധം, അങ്ങനെയൊക്കെ ഒരു ബോധത്തോടു കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കാണിക്കുകയില്ലായിരുന്നു. പക്ഷെ ആ പയ്യന് അതിനുള്ള ഒരു ഇതില്ലായിരുന്നു. അങ്ങനെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ആ പയ്യൻ അങ്ങനെ ആ ഒരു പ്രവൃത്തിയിലേക്ക് പോയത്. അല്ലെങ്കിൽ പഠിച്ച് ജോലി മേടിച്ച് അവരുടെ മുന്നേ കൂടെ നല്ല ഡീസൻ്റായിട്ട് വിലസി അടിച്ച് ജീവിച്ച് കാണിക്കാമായിരുന്നു. അതിനുള്ള പ്രായമൊക്കെ ഉള്ളൂ. ഇനിയും സമയം ഉണ്ടായിരുന്നു അവന്. പിന്നെ 23, 24 വയസ്സൊക്കെ കാണുകയുള്ളൂ. അപ്പോൾ ഇനിയും വേണമെങ്കിൽ ടെസ്റ്റ് നടത്തുകയോ പിന്നെ കുറച്ചും കൂടെ ഫിസിക്കലായിട്ടുള്ള ഇതിലാണല്ലോ തോറ്റുപോയത്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ആരോഗ്യമൊക്കെ ആക്കി ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ പാസ്സാക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും വർഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും നിൽക്കാതെ ആ പെൺകുട്ടി തേച്ചെന്ന് കണ്ടപ്പോഴത്തേക്കിന് ജീവിതം തീർന്നു എന്നുള്ള രീതിയിലേക്ക് ആ പയ്യൻ പോയത് കൊണ്ടാണ് ആ പയ്യന് ഇങ്ങനെ സംഭവിച്ചത്. ഇനിയിപ്പോൾ എന്താ, ആ പെൺകുട്ടി കുറച്ചു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ നല്ല ഇതായിട്ട് തന്നെ ജീവിച്ച് വേറൊരാളെ കല്യാണം കഴിച്ച് അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഇതിന് മുന്നിൽ ഏറ്റവും വിഷമകരമായിരിക്കുന്നത് ഇതിലൊന്നും പെടാതിരുന്ന ആ സഹോദരനാണ്. ആ സഹോദരനാണ് മരണം സംഭവിച്ച ആ സഹോദരൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിന്ന് മനസ്സിലാക്കണം, നമ്മൾ ഒരു പ്രേമത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മൾ ആലോചിച്ച് നടത്തുന്ന വിവാഹം അതായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്തുമ്പോൾ രണ്ടുപേരും പരസ്പരം ആലോചിച്ച് തീരുമാനിച്ച് വിവാഹത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആകാതെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളെ പങ്കാളിയെ തേച്ചിട്ട് പോകാതെ സ്വയം ചിന്തിച്ചാലോചിച്ച് ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ പോകാമെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ബന്ധത്തിൽ ഏർപ്പെടാവുള്ളൂ. അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ചുള്ള ഒരു വിവാഹത്തിലേക്ക് പോകണം. അല്ലെങ്കിൽ സ്വയം തീരുമാനിച്ച് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് അവരുടെ ജീവനും കൂടെ ഇതുപോലെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഈ കൂട്ടത്തിൽ തന്നെ വേറൊരു ആളുടെ ജീവനും കൂടെയാണ് ബലിയാടാകേണ്ടി വരുന്നത്. ചിലപ്പോൾ ഈ വൈരാഗ്യം വന്ന് ചിലപ്പോൾ അച്ഛനെയും ചിലപ്പം അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അമ്മേനെ എല്ലാവരും ഒരു കൂട്ടക്കൊലപാതകത്തിലേക്ക് വന്നേനെ. അതിപ്പോൾ അവരാരും ഇല്ലാതെ വന്നതുകൊണ്ടാണ് അവർക്കൊന്നും പറ്റാതെ വന്നത്. ആ പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്കും മരണം സംഭവിച്ചേനെ. അപ്പോൾ അങ്ങനെ ഒരു പ്രധാന കാരണം ഈ സഹോദരിയുടെ ഭാഗത്തു നിന്ന്, ഈ ഫെബിൻ്റെ സഹോദരിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു പിഴവ് കാരണമാണ്. അവൾ തേച്ചതിൻ്റെ ഫലമായിട്ടുള്ള അനന്തരഫലമാണ് ഈ സഹോദരൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക തന്നെ ചെയ്യണം.